പുരുഷന്മാർക്ക് മൈഗ്രെയിൻ അധികം ഉണ്ടാവില്ല എന്ന ഒരു ധാരണ നമുക്കിടയിലുണ്ട്. പീരീഡ്സ്, മൂഡ് സ്വിങ്സ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ഇങ്ങനെ ചില എലമെന്റ്സ് ഉള്ളത് കൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽസിൽ കൂടുതലായി മൈഗ്രെയിൻ കാണാം. എന്നാൽ ആണുങ്ങൾക്ക് ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ ഒരു ഫാമിലിയിലുള്ള പല ആളുകൾക്കും പാരമ്പര്യമായി മൈഗ്രെയിൻ വരാം. അതുപോലെ ഒരാളുടെ ജോലി, പ്രത്യേകിച്ച് മെന്റലി ആൻഡ് ഫിസിക്കലി സ്ട്രെസ്ഫുൾ വർക്കാണെങ്കിൽ ജീവിതശൈലി, ഭക്ഷണക്രമം, വ്യായാമം, അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഇമോഷണൽ ഫാക്ടേഴ്സ്, മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ, മദ്യപാനം, പുകവലി, ചില അഡിക്ഷൻസ്, മറ്റ് ശീലങ്ങൾ, ഇങ്ങനെ പലതും മൈഗ്രെയിനുമായി ചേർത്ത് വായിക്കും. ഈ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് ഇടവിട്ടോ കണ്ടിന്യൂസ് ആയോ വരുന്ന തലവേദന മിക്ക ആളുകളും അത്ര കാര്യമായി എടുക്കില്ല. എന്നാൽ പിന്നീട് തലവേദന, കരിയർ, സോഷ്യൽ, ഫാമിലി ലൈഫ് എന്നിവയൊക്കെ ബാധിക്കുമ്പോഴാണ് ചികിത്സയെ പറ്റി പല ആളുകളും ആലോചിക്കുക. ഫ്രീക്വന്റ് ആയി തലവേദന വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സ്വയം തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കണ്ട് ശരിയായത് ഡയഗ്നോസ് ചെയ്ത് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. മൈഗ്രെയിനിന് വളരെ ഇഫക്റ്റീവായ ചികിത്സ ഹോമിയോപ്പതിയിലുണ്ട്. മൈഗ്രെയിനിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് ഫോളോ ചെയ്യുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ബൈ.